ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സോ നമ്മളിപ്പോൾ കൊച്ചിയിലെ സാഗരിക ടെർമിനലാണ് നിൽക്കുന്നത്. കൊച്ചി ഐലൻഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ കാണുന്നത് കോർഡല ക്രൂയിസാണ്. അത് എംബ്രസ്, റോയൽ കരീബിൻ്റെ എംബ്രസ് ഓഫ് ദി സീസ് ആണ് കാണുന്നത്. ഷിപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ മോറിങ് കയറുകളെല്ലാം അഴിച്ചു കഴിഞ്ഞു. നമുക്ക് എന്തായാലും അപ്പർ സൈഡിൽ പോയി നിൽക്കാം. അവിടെ കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പ് പോകുന്ന കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ ലോക്കൽ ഫെറി ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന വെസലാണ് ഈ വരുന്നത്. സോ സ്ലോലി ജെട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഐലൻഡിലെ ജെട്ടി, വാർഫ് ജെട്ടി വരുന്നത്. സോ ഇവിടെ നിന്നും ആൾക്കാരെ എടുത്തതിന് ശേഷം എറണാകുളത്തേക്ക്, അത് അടുത്ത സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ടൈം പോണ അറിയില്ല. നല്ല അടിപൊളി കാറ്റും നല്ല അടിപൊളി വണ്ടർഫുൾ വ്യൂ എക്സ്പീരിയൻസ് ആണ് കാണുന്നത്. സോ കോർഡല ക്രൂയിസിൻ്റെ ഫസ്റ്റ് അതിൻ്റെ ചെക്കിങ്ങിനായി ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിൽ വല്ല വെസലൊക്കെ പോവുകയാണെങ്കിൽ അവർ മൂവ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഈ കാണുന്നത് ഫെറി ജെട്ടി വെസൽ മൂവ് ആയി കഴിഞ്ഞു. അത് അടുത്ത ജെട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ കോർഡല ക്രൂയിസ് സ്ലോലി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 2 ടഗ് ബോട്ട് യൂസ് ചെയ്തിട്ടാണ് അവരതിനെ പുള്ളി ചെയ്തിട്ട് മെയിൻ ചാനലിലേക്ക് കൊണ്ടുവരുന്നത്. സോ ആ കാണുന്നതാണ് ഗ്രീൻ മെയിൻ ചാനൽ. അതുവഴിയാണ് ഷിപ്പ് പോകാനായിട്ട്. സോ അതിനപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഷിപ്പ് ഗ്രൗണ്ട് ആകാൻ ചാൻസ് ഉണ്ട്. സോ ആ കാണുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എറണാകുളം സിറ്റിയാണ്. നിങ്ങൾക്ക് വണ്ടർഫുള്ളായിട്ട് കാണാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. എറണാകുളത്തെ ഫ്ലാറ്റുകളാണ് കാണുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് സൂം ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഫുള്ളും എറണാകുളത്തുള്ള മറൈൻ ഡ്രൈവിലെ ഫ്ലാറ്റുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ പഴയ ഫ്ലാറ്റ് ആണ് കാണുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ. ഇത്തവണ സാംസങ് S24 ആയതുകൊണ്ട് നമുക്ക് സൂം ചെയ്തിട്ട് ലോങ് ആയിട്ടുള്ള ഷോട്ടുകൾ എടുക്കാൻ സാധിക്കും. സോ കാണുന്നൊക്കെ ഇലക്ട്രിക്കൽ ബോട്ട് ടെർമിനലാണ്. നമുക്ക് നെക്സ്റ്റ് ടൈമിലൊന്ന് അവിടെ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം. സോ അത് ഇലക്ട്രിക്കൽ ബോട്ട് ടെർമിനൽ. ഈ കാണുന്നൊക്കെ പഴയ ഫ്ലാറ്റുകളാണ് എറണാകുളത്തെ. അതിൽ നല്ല അടിപൊളി വ്യൂ ആണ് ഈ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ. സോ ഇത് ജെട്ടി വാർഫ്, ഐലൻഡ് ജെട്ടി വാർഫ് ടെർമിനലിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇത്രയും വ്യൂ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ഭയങ്കര ലോങ് ആയിട്ടുള്ള ഷോട്ടാണ്. ഇത് സൂം ചെയ്തിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. സോ കോർഡല ക്രൂയിസ് സ്ലോലി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് റോയൽ കരീബിൻ്റെ ഓൾഡസ്റ്റ് വെസൽ, എംബ്രസ് ഓഫ് ദി സീസ്. ഇത് ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം കോർഡല ക്രൂയിസ് എന്ന നെയിമിലേക്ക് ചേഞ്ച് ചെയ്തു. ഇത് 31 ഇയേഴ്സ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഫ്ലാഗ് വരുന്നത് നസാവ്. 1990 ഈ വെസൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അത്രയും പഴക്കമുള്ള വെസലാണ്. ഷിപ്പ് ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം അവരാ രീതിക്ക് ഫുള്ള് ഡിസൈൻ വർക്കൊക്കെ ചേഞ്ച് ചെയ്തു. നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകൾ സൈഡിൽ കാണാൻ സാധിക്കും ഗസ്റ്റുകളൊക്കെ മുകൾ ടോപ്പിൽ വന്ന് നിൽക്കുന്നത്. ഇത് ഷോർട്ടസ്റ്റ് ക്രൂയിസാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. ഇവിടെ നിന്നും ലക്ഷദ്വീപ് ടു മുംബൈ, അങ്ങനെ ചെറിയ ഷോർട്ടസ്റ്റ് 3 or 4 days ക്രൂയിസിങ്ങാണ് ഇവർ മെയിനായിട്ടും ചെയ്യുന്നത്. അതിൻ്റെ ടിക്കറ്റിൻ്റെ പ്രൈസ് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഡിസൈൻ വർക്ക് നല്ല അടിപൊളിയായിട്ടാണ്. വൈറ്റ് കളർ തന്നെ അടിപൊളിയായിട്ട് കോർഡല ക്രൂയിസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ആ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. അതാണ് അതിൻ്റെ ചാനൽ വരുന്നത്. ആ ചാനലിലൂടെ പോയി കഴിഞ്ഞാൽ ഷിപ്പ് കറക്റ്റ് മെയിൻ സീയിലേക്ക് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഷിപ്പ് ഗ്രൗണ്ടിങ് ആകാൻ ചാൻസ് ഉണ്ട്. സോ സ്ലോലി ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇപ്പുറ സൈഡ് നിൽക്കുകയാണെങ്കിലും കാണാൻ സാധിക്കും കോർഡല ക്രൂയിസ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ മനസ്സിലാവും പ്രീ ഡിപ്പാച്ചർ സോങ്സ് ആണ്. അതായത് ഓപ്പൺ ഡെക്കിൽ ഡി ജെ പാർട്ടി നടക്കുന്ന ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഓപ്പൺ ഡെക്ക്. ആ കാണുന്ന ബോൾ പോലെ ഇരിക്കുന്നതാണ് ഷിപ്പിലെ വൈഫൈ, സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ്. ഇതാണ് സംഭവം. സോ ഇപ്പോൾ മെയിൻ ചാനലിലേക്ക് സ്ലോലി മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കപ്പല, 90-ലെ കപ്പലാണത്. 90
അത് 90-ലാണ് അതിൻ്റെ ബിൽഡ് ചെയ്തേക്കണം. വർഷങ്ങൾ 30, 31, 32 വർഷം പഴക്കമുള്ള കപ്പലൊക്കെ പോണത്. അത് അമേരിക്കയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിറ്റ് ഇന്ത്യക്കാർക്ക് പറ്റില്ല. അങ്ങനെ നസാവ് എഴുതിക്കണോ വേണ്ട, നസാവ് ബാഹാമാസാണത് ഫ്ലാഗ്. ഇതിവിടെ നിന്ന് ലക്ഷദ്വീപ്, ബോംബെ, ആ ഭാഗത്താണ് പോയിട്ട് തിരിച്ചാണ്. ഇവിടെ അടുത്ത് തന്നെ കറങ്ങണ സാധനം. കോർഡല ക്രൂയിസ്. മുകളിൽ ഫുള്ള് ആൾക്കാരുണ്ടോ? ആൾക്കാരിങ്ങനെ ഹോൾ സൈഡിൽ. അതിങ്ങനെ കറങ്ങി നേരെ ഫോർട്ട് കൊച്ചി പോയി. ആ ഫോർട്ട് കൊച്ചി കടലിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയി. എടാ പൈലറ്റ് കയറണടാ. പൈലറ്റ് കയറണ്ട, പൈലറ്റ് ഈ സ്ക്രീനൊക്കെ വേണ്ട. പൈലറ്റ് ആണ് അതായത് തുറന്നാണ്. അത് കയറാൻ പോണേ വ്യക്തി കയറും. എന്നിട്ട് ആ ബോഡി കയറി തിരിച്ചു വരും പൈലറ്റ്.